ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം തളിപ്പറമ്പിൽ. 14 അടി ഉയരമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവപ്രതിമ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ. കേരളത്തിലെ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് പെരിഞ്ചല്ലൂർ എന്നറിയപ്പെടുന്ന തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് ത്രേതായുഗത്തോളം പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം. ശ്രീരാമന്റെ പൂർവികനും ഇക്ഷ്വാകു വംശത്തിലെ വളരെ പ്രബലനായ രാജർഷിയുമായിരുന്ന മാന്ധാതാവ് മഹർഷിക്ക് പാർവതിയിൽ നിന്നും ലഭിക്കുന്ന ഒരു ശിവലിംഗത്തിൽ നിന്നുമാണ് ക്ഷേത്ര നിർമ്മിതിയുടെ ഐതിഹ്യങ്ങളും തുടങ്ങുന്നത്. ശ്മശാനമില്ലാത്ത ഒരു ഭൂമിയിൽ പ്രതിഷ്ഠിക്കണമെന്ന ശ്രീ പാർവതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ഭാരതം മുഴുവൻ അലഞ്ഞുവെന്നും ഒടുവിൽ ഒരു തളികയുടെ വട്ടം മാത്രം വിസ്തൃതമായ ഒരു ഭൂമി കണ്ടെത്തി അവിടെ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് ആദ്യ ഐതിഹ്യം. കാലക്രമത്തിൽ ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യപ്പെട്ട ആ ജ്യോതിർലിംഗം ഇക്ഷ്വാകു വംശത്തെ മുചുകുന്ദൻ വീണ്ടെടുക്കുകയും അത് പൂർവ്വസ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ അത് വീണ്ടും ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തുവത്രേ. പിന്നീട് മൂഷക വംശജനായ ശതസോമ രാജാവിൻ്റെ കാലത്താണ് മൂന്നാമതും ഇന്ന് കാണുന്നതുമായ ജ്യോതിർലിംഗം വീണ്ടെടുക്കുന്നത്. അദ്ദേഹം സപ്തർഷികളിൽ ഒരാളായ അഗസ്ത്യ മുനിയെ കൊണ്ടാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും വിശ്വസിക്കുന്നു. പ്രതിഷ്ഠാവേളയിലും ഈ ജ്യോതിർലിംഗം ഭൂമിയിലേക്ക് താഴാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കാമധേനുവിനെ കറന്ന പാലിൽ നിന്ന് നെയ്യെടുത്ത് നെയ്യ് കൊളുത്തി അശ്വമേധ നമസ്കാരം ചെയ്തുവെന്നും വിശ്വാസമുണ്ട്. ഈ സ്മരണയിലാണ് ഇന്നും ഇവിടുത്തെ പ്രധാന വഴിപാടായി നെയ്യമൃത്, പൊന്നിൻകുടം എന്നിവയും അശ്വമേധ നമസ്കാരവും തുടരുന്നത്. അഗസ്ത്യൻ കത്തിച്ചു വച്ച ആ നെയ്വിളക്ക് ഇന്നും കെടാവിളക്കായി അഖണ്ഡ ജ്യോതിയായി ക്ഷേത്ര ശ്രീകോവിലിൽ പ്രകാശിക്കുന്നു. ആ അഖണ്ഡ ദീപത്തിലേക്കുള്ള നെയ്യാണ് നെയ്യമൃതായും പൊന്നിൻകുടം, വെള്ളിക്കുടം എന്നീ വഴിപാടുകളായും ഭക്തർ സമർപ്പിക്കുന്നത്. രാവണവധത്തിന് ശേഷം ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ചൈതന്യം അറിഞ്ഞ് ഇവിടെ ഇറങ്ങി നമസ്കരിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമചന്ദ്രൻ നമസ്കരിച്ച മണ്ഡപത്തിൽ പിന്നീട് ആരും കയറി നമസ്കരിക്കാറുമില്ല. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ക്ഷേത്രത്തിൽ നടത്തുന്ന പൊന്നുംകുടം വച്ചുതൊഴൽ പ്രസിദ്ധമാണ്. കലാ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ക്ഷേത്രത്തിലെ കൊട്ടുംപുറത്തു നിന്ന് നൽകുന്ന പട്ടും വളയും ബഹുമതി ഏറെ വിശിഷ്ടമായി കരുതപ്പെടുന്നു. സ്ത്രീകൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷവും ശിവരാത്രി ദിവസങ്ങളിലും മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളത്.